മനസ്സിലായി കാണുമല്ലോ, ഞാനൊരു ട്രെയിൻ യാത്രയിലാണ്. ആ, സ്റ്റേഷനെത്തി. ഇത് ഒരു ട്രെയിനാണെന്ന് നിങ്ങൾ ധരിച്ചോ? ഇതൊരു ട്രെയിനല്ല, ഇത് രാമോജി ഫിലിം സിറ്റി സിനിമ ഷൂട്ടിങ്ങിനായിട്ടുണ്ടാക്കിയ ട്രെയിനാണ്. ഈ ട്രെയിനിന് ഇപ്പോൾ ഷൂട്ടിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു കുറേ കൂടി പെർഫെക്റ്റ് ആക്കും. ഇതെല്ലാം ചില കറക്ഷൻ വർക്കുകൾ, പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സിനിമയിൽ കാണുമ്പോൾ പ്യുവറായിട്ടുള്ള ഒരു ട്രെയിൻ ആയിട്ട് തോന്നും. ഇത് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഈ ട്രെയിൻ കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, വണ്ടി ഒന്ന് നിൽക്കും. ഈ സ്റ്റേഷനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാം. ഇത് എൻജിൻ റൂമാണ്, ഡ്രൈവേഴ്സ് റൂം. പഴയ കൽക്കരി തീവണ്ടിയുടെ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എൻജിൻ അതാണ്. പഴയ കാലത്തെ നമ്മളുടെ സിനിമകളിൽ കാണുന്ന കൽക്കരി എൻജിൻ തീവണ്ടിയാണ്. കൂകു തീവണ്ടി ഇതാണ്. ഇതിൻ്റെ ഒരു റൊമാൻറ്റിക് ലുക്ക്, റൊമാൻറ്റിക് നേച്ചർ പുതിയ തീവണ്ടികൾക്ക് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് എന്നും തീവണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന രൂപം. പക്ഷേ ശരിക്കുള്ള കൽക്കരി തീവണ്ടിയുടെ എൻജിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ചുട്ടു പഴുത്തിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേകത, ഈ ട്രെയിൻ ഓടും, മുന്നോട്ടും പുറകോട്ടൊക്കെ ഓടും. പക്ഷേ ഓടുന്നത് എന്തെങ്കിലും സ്ഥാനത്ത് ഇതിൻ്റെ വീലുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ട്രെയിനിനുള്ള ഒരേ ഒരു വ്യത്യാസം ഇതാണ്, ആ ട്രെയിനിൻ്റെ വീലുകൾ പാളമില്ല. മറ്റേ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്നു പറഞ്ഞ പോലെ റെയിലില്ലാതെ റോട്ടിൽ വാഴുന്നൊരു തീവണ്ടിയാണിത്. വാറങ്കൽ റെയിൽവേ സ്റ്റേഷൻ. ഇതേതോ തെലുങ്ക് പടത്തിന് വേണ്ടിയിട്ട് ഇത് വാറങ്കൽ റെയിൽവേ സ്റ്റേഷനാക്കിയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇത് ശരിക്കും നിങ്ങൾക്കിത് കുറേ കൂടിയും ജെന്യുവനായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിറയെ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും വാഹനങ്ങളെയും ഒക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിയൽ റെയിൽവേ സ്റ്റേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും പഴയ കാലത്ത് ഉള്ള ചില പഴയ റെയിൽവേ സ്റ്റേഷൻ ബിൽഡിങ്ങുകളുടെ അതേ പാറ്റേണിലാണ് അവരിത് ചെയ്തിരിക്കുന്നത്. വളരെ വളരെ നാച്ചുറലായിട്ടുള്ളൊരു രീതിയിലാണ് അവരിത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓവർ ബ്രിഡ്ജ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലുള്ള അതേ സ്വഭാവത്തിലുള്ള ഓവർ ബ്രിഡ്ജ് പുറത്തുനിന്ന് തുടങ്ങി ട്രാക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രെയിൻ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം ഞാൻ മുല്ല ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ട്രെയിനിന് ഒരു ദിവസത്തേക്ക് 1 ലക്ഷം രൂപ റെൻറ്റ് കൊടുക്കണം, സ്റ്റേഷന് 45,000 റുപ്പീസ് കൊടുക്കണം. ഇന്ന് അത് മാറി 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയോ മറ്റോ ആയി മാറിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ സെക്യൂരിറ്റി അന്ന് കെട്ടണമായിരുന്നു, ഇന്നപ്പോൾ അതിനേക്കാൾ കൂടുതലാവും. അപ്പോൾ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു കാര്യം ഇവിടെ വളരെ കൂളായിട്ട് ബേസിക് ഷോട്ടുകളെല്ലാം ഇവിടെ എടുത്തതിന് ശേഷം ജനറൽ ആയിട്ടുള്ള വല്ല ഷോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം റിയൽ ട്രെയിൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 15 ദിവസം ഒരു ട്രെയിൻ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിന് പകരം ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ ലാഭിക്കാം. എന്നിട്ട് റിയൽ ട്രെയിൻ ഒരു 1-2 ദിവസം മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് സ്റ്റേഷൻ ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഒരു തമാശ ഇതാണ് മനസ്സിലാക്കാനുള്ള എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹാർഡ് ബോർഡാണ്. ശരിക്കും ഒരു ട്രെയിനിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മൂഡ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഫർമേഷൻ ഫെസിലിറ്റേഷൻ സെൻറ്റർ, എൻക്വയറി കൗണ്ടേഴ്സ്, ഇതൊക്കെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ശരിയായ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ സിനിമാറ്റിക്കുമാണ്. കാരണം ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇതെല്ലാം മൂവബിളാണ്. ഏതോ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത് ബോർഡ് കൺവേർട്ട് ചെയ്തതാണ്. ഏതോ മലയാള സിനിമ ഇവിടെ ഈ അടുത്ത കാലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് തെലുങ്ക് സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ വെച്ച ബോർഡാണെന്ന് തോന്നുന്നു. കായൽ ഗുഞ്ച് എന്നാണ് അതിൻ്റെ പേര്. ഇത് നോർത്ത് സ്റ്റേഷനാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു ജനറൽ കമ്പാർട്ട്മെൻ്റാണിത്.
മീറ്റർ ഗേജ് ട്രെയിനിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. ചെറിയൊരാട്ടം കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റും. സിനിമയെപ്പറ്റി സംസാരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ടെലിവിഷൻ പ്രോഗ്രാമായ സിനിമാ കാര്യങ്ങൾക്ക് എൻ്റെ ആശംസകൾ.